ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിലെ പച്ചക്കറി മാർക്കറ്റ് ഓടിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായ മാർക്കറ്റാണ്. അപ്പോൾ എന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ പ്രിയ സുഹൃത്ത് വിനോദ് ഉണ്ട്. അപ്പോൾ വിനോദ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. വിനോദേ, കാലത്തൊരു 3 മണിക്ക് ഇവിടെ കച്ചവടം, പുറത്തുനിന്ന് പാർട്ടികൾ വന്ന് ഇവിടെ കായ എടുത്തു തുടങ്ങും. ലോഡുകൾ ഒരു 8 മണി, മാക്സിമം ഒരു 8-9 മണിയോട് കൂടി ഇവിടുത്തെ കച്ചവടം, ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ഇവിടുത്തെ കച്ചവടം കായര സെക്ഷൻ കഴിയും. പിന്നെ നമ്മുടെ നിന്ന് എടുത്തു പോയി അപ്പുറത്തെ പച്ചക്കറി മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന കുറച്ച് വ്യാപാരികളുണ്ട്. അത് നമ്മുടെ ഹോൾസെയിലിൽ നിന്ന് എടുത്തിട്ട് അവിടെ റീറ്റെയിലായിട്ട് വെക്കും. പിന്നെ ഇപ്പോൾ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പൊടിക്ക് നിലവാരം കൂടിയേക്കാണ്. ഒരു ഓണത്തിനൊക്കെ വില കുറവായിരുന്നു. ഇപ്പോൾ ഒരു പൊടിക്ക് കൂടിയ ഒരു 32 രൂപ തോതിലൊക്കെ ഇപ്പോൾ കായ ആയിട്ടുണ്ട്. 31-32 രൂപ മാർക്കറ്റിൽ വെക്കണം. ഇപ്പോൾ പഴപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു 50 രൂപ വരും. കൂടുതലും റോബസ്റ്റ്, ഞാലി, കദളി, നേന്ത്രം. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത് ഇവിടുന്ന തമിഴ്നാട് പുളിയമ്പറ്റി. ഞാനിവിടെ വന്നിട്ട് 30 വർഷമായി. അപ്പോൾ അന്ന് വന്ന പോലത്തെ ലോഡുകളല്ലെന്ന് വരണം. അന്നേക്ക് വലിയ വണ്ടികളും 40 ലോറി കായകൾ വരാം. അന്നേക്ക് ആകെ കുറച്ച് ചെറിയ വണ്ടികളായി മാറി, ഇത്രയും ചുരുങ്ങി മാർക്കറ്റ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വരുന്നത് ഈ പുളിയമ്പട്ടി സത്യമംഗലം ഭാഗത്തു നിന്നാണ് വരുന്നത്. സത്യമംഗലം കാര്യങ്ങളിൽ നിന്ന് വരുന്ന കായകൾ. ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ലൈൻ സപ്ലൈകൾ കൂടി കച്ചവടം, പുറത്തുനിന്നുള്ള കച്ചവടങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോയി. അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് രാവിലെ ഇവിടുന്ന് ലാൻ എടുത്തിട്ടാണ് നമ്മുടെ റൂമുകളിലേക്ക് കച്ചവടക്കാർ മാത്രമായി ഇവിടെ ബേസിക് കച്ചവടം. പുറത്തേക്ക് ഇപ്പൊ ചാവക്കാട് മാർക്കറ്റ്, കുന്നംകുളം മാർക്കറ്റ്, ചാലക്കുടി മാർക്കറ്റ്, അതുപോലെ ഈ കോട്ടയം, ഇവിടേക്ക് ഇവിടെ നിന്ന് പോയിരുന്നത്, തൃശ്ശൂരിൽ നിന്ന് പോയിരുന്നത്. ഇപ്പോൾ അതൊന്നും ഇടുന്നില്ല, അതിക്ക് നേരിട്ട് അവിടെ എത്തുന്നു. പിന്നെ എന്തായാലും നമ്മുടെ തൃശ്ശൂരിന്റെ പുത്തമ്പള്ളി പെരുന്നാളും കൂടിയാണ്. ഭംഗിയായി ആഘോഷിക്കുകയാണ്. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ഞങ്ങൾ ആഘോഷിക്കുക. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കുള്ള സമയമാണ്. ആ സമയത്താണ് നമ്മളിവിടെ കായ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. തൃശ്ശൂരാര ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരിച്ചുകൊണ്ടിരിക്കുക കായ മാർക്കറ്റ്. പിന്നെ ഇന്നൊരു പ്രത്യേകത കൊണ്ടുണ്ട്, പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ തിരക്കുണ്ട്. എല്ലാവരും കണ്ട ആർക്കും സംസാരിക്കാൻ പോലും ശരിക്കും ടൈമില്ല. എല്ലാവരും ഓരോരോ വർക്കിൽ ഇങ്ങനത്തെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കണു, കണക്ക് എഴുതിക്കൊണ്ടിരിക്കണു, തൂക്കം പിടിച്ചുകൊണ്ടിരിക്കണു. അങ്ങനെ പലതരത്തിൽ എല്ലാവരും ഭയങ്കര ബിസിയാണ്.